ഒരുപാട് വർഷങ്ങളെ കാത്തിരിപ്പിന് ശേഷം നമ്മളൊരു യാത്ര പോയ വീഡിയോ ഉണ്ട്. ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് 2-3 മാസമായി. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സംഭവം ഉണ്ടോ. പക്ഷേ ഇത് നമ്മൾ ശരിക്കും യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യണം. ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും രാജസ്ഥാനിലേക്കുള്ളൊരു യാത്രയുണ്ടോ. പല പല സ്ഥലങ്ങൾ, പച്ചപ്പുകളും കൃഷിയിടങ്ങളും മലകളും കുന്നുകളും താണ്ടി എന്തൊരു ഭംഗിയാണ് നമ്മളെ രാജ്യം. നമ്മളെ ഇന്ത്യ പോലെ ഒരു രാജ്യം ഈ ലോകത്ത് എവിടെ ഉണ്ടാവില്ല. പല പല സംസ്കാരങ്ങൾ, പല പല കൃഷികൾ, അതിനിടയ്ക്ക് അങ്ങോട്ട് നോക്കും മലകൾ കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് ഭയങ്കര ഞാനൊരു 25 ദിവസമുണ്ട് യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ കറങ്ങി. ബാംഗ്ലൂർ, രാജസ്ഥാൻ, ഹൈദരാബാദ്, അങ്ങനെ പഞ്ചാബ് മൊത്തത്തിലൊന്ന് കറങ്ങി ഒരു 10-25 ദിവസം എടുത്തു കേട്ടോ. അപ്പോൾ ഒന്ന് വഴിക്ക് അജ്മീർ, ഒരുപാട് ബാംഗ്ലൂരൊക്കെ ശരിക്കും ഇറങ്ങി. ആന്ധ്രാപ്രദേശ്, എന്തൊരു ഭംഗിയാണ് നമ്മളെ നാട് കാണാൻ. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കണമല്ലോ, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുക. യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സംഭവമാണ്. നമ്മളുടെ നാട്ടിൽ എന്തൊക്കെ കാണാനാണെന്നുള്ളതെന്നറിയാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ് ഉള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള വീഡിയോകളൊക്കെയാണ് ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊരു ഭംഗിയാണ് നമ്മളെ നാട് കാണാൻ. ആ ഒരു പച്ചപ്പും ആ ഒരു ഹരിതാപവും. കൃഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് കൃഷികൾ. പിന്നെ ഈ യാത്രേൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ടാവുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഓരോ സ്റ്റേഷനുകളിൽ ഇങ്ങനെ നിർത്തുമല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ കയറും, കച്ചവടക്കാർ. പല പല സാധനങ്ങളുമായിട്ടാണ് കച്ചവടക്കാർ കയറുക. അങ്ങനെ ആന്ധ്രയിലൊക്കെ എത്തിയപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രാവിലെ ഉറക്കം എണീച്ച് നോക്കുന്നുണ്ട്. പേരക്കയിൽ കുരുമുളകല്ല കേട്ടോ, നമ്മളുടെ മുളകില്ലേ, ചുമന്ന മുളക് പൊടിയും ഉപ്പൊക്കെ തേച്ചിട്ട് ഞാൻ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് അവരെ ആ ഗാവ് എന്ന് പറയാം, അവരെ ഗ്രാമത്തിന് ഹിന്ദിയിൽ ഗാവ് എന്ന് പറയാം. അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് അവിടുത്തെ ഓരോ സ്ത്രീകളാണ് കൂടുതൽ ഞാൻ കണ്ട് പേരക്കൊക്കെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ കയറുന്നത്. നോക്ക്, ഇതൊരു പുഴയാണ് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കും ചിലപ്പോൾ ഇവിടെ. ഈ പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നെ അതാ കൃഷികൾ. ഇത് എന്ത് കൃഷിയാണെന്നൊക്കെ ഞാൻ അടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു. ഓരോന്ന് കടുക് കൃഷി, പിന്നെ നമ്മളുടെ കറിവേപ്പില കൃഷി, അങ്ങനെ ഒരുപാടുണ്ട്. അതേപോലെ ഇതാണ്ട് ലോറികളിൽ ലോഡ് കയറ്റുന്നതാണ്. അപ്പുറത്തുള്ള കണ്ടെയ്നർ ലോറികളാണ്. അതിനിടയ്ക്ക് ലോറികൾ അങ്ങോട്ട് ട്രെയിനുകൾ വരുന്നു. അതിനിടയ്ക്ക് നമുക്ക് കാണുന്നത് ഫാക്ടറികൾ. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇത് ആന്ധ്രയിൽ എവിടെയാണല്ലോ, ആന്ധ്ര വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭോപ്പാലിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണ് നമ്മളുടെ നാട് കാണാൻ. ആ ഒരു പച്ചപ്പും ആ ഒരു ഹരിതാപവും.
അടിപൊളി ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന സീറ്റ് കണ്ടത് നിങ്ങൾ ഇപ്പം ഞാൻ ബാഗ് കൂടെ എടുത്ത് വെച്ചതാണ്. ഇവിടെയാണ് ഞാൻ ഇരുന്നത്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഗ്ലാസ്സിൽ അങ്ങനെ നോക്കിയിരിക്കാൻ, നൈസായിട്ട് മഴയൊക്കെ കൊണ്ട് ആ പുറത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ എന്തൊരു സുഖമാണ് പുറത്തേക്ക് നോക്കിയിരിക്കാൻ. ശരിക്കും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഇതൊക്കെ കാണുന്നത്, എന്ത് കാണുന്നത്, ആ ഒരു ഗ്രാമക്കാഴ്ചകൾ കാണുന്നത്. എന്തൊരു ഭംഗിയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. ഒരു മെയിൻ ട്രെയിൻ യാത്രയും കൊണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താൻ സ്ഥലം വേണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇപ്പോൾ നമ്മൾ വികാരാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത്. ഹൈദരാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ പല സ്ഥലത്തും പല പല ക്ലൈമറ്റുകൾ. ഇത് നമ്മളുടെ ഒരു ബ്രോ ആണ് കേട്ടോ. ഓക്കെ, നമ്മളുടെ ഒരു ബ്രോ ആണിത്. ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് ഒക്കെ പോകുന്നത്. അപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ടാണ് നമ്മളുടെ ബ്രോ. ആള് പൊളി മനുഷ്യനുണ്ടോ, സംഭവം സെറ്റ്. മൂപ്പരോട് സംസാരിച്ച് കുറേ നേരം. മൂപ്പര് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഒരു കേരളത്തിലുള്ള ആൾക്കാരെയൊക്കെ മൂപ്പര് അറിയുകയൊക്കെ ചെയ്യും. മൂപ്പര് ഭയങ്കര ഒരു ഫ്രീ മനുഷ്യനാണ്, ഫുൾ സെറ്റ്. നമുക്ക് ട്രെയിനിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയാണ്ടോ, കേരളത്തെ ഇഷ്ടപ്പെടുന്ന. യു ലവ് കേരള? യെസ്. യു ഹാവ് എ ഗേൾ ഫ്രണ്ട് ഇൻ കേരള? നമ്മളെ ഒരു ഫ്രണ്ടാണ്ടോ, അവിടുന്ന് കിട്ടിയാണ്. മുംബൈ ആണ്, ഇവിടെ ബാംഗ്ലൂർ പഠിക്കുന്ന. കിതറ ഗയാ പോലെ ട്രിവാൻഡ്രം കോഴിക്കോടും കൊച്ചിയൊക്കെ ഇഷ്ടമാണ് കള്ളൻ. ചെല്ലം. ഓക്കെ ചെല്ലം. ഓക്കെ ബൈ ബൈ. ഓക്കെ സി യു ബ്രോ. ഈ ട്രെയിനിലാട്ടോ നമ്മളന്ന് KSR ബാംഗ്ലൂർ ടു നാൻഡഡ്. ഇത് മുംബൈ ഒക്കെ പോകുന്ന ട്രെയിനാണ്. ഇന്ന ട്രെയിനിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, വിരാദാബാദോ അങ്ങനെ ഏതൊരു സ്ഥലത്താണ്. ഇനി ഇവിടുന്ന് നമുക്ക് എവിടെ പോകണം? ഹൈദരാബാദ് പോകണം. ഇവിടുന്ന് ബസ് കിട്ടുമോ ട്രെയിൻ കിട്ടുമോ എന്നുള്ളത് നോക്കണം. എന്നാലും രാത്രിയാണ് പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ്. മുംബൈ ആയിരുന്നു ആദ്യം വിചാരിച്ച്. ഹൈദരാബാദ് പോയിട്ട് നൈസായിരിക്കും അല്ലേ, ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇതുവരെയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടമല്ലോ. ബാക്കി നമുക്ക് ഹൈദരാബാദ് ചെന്നിട്ട് പുതിയ വീഡിയോ തുടങ്ങട്ടെ. അപ്പോൾ ലൈക്കൊക്കെ ചെയ്യും, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടെ. ഓക്കെ ബൈ ബൈ. ഇനി നമുക്ക് പോകേണ്ട വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിലാണ് കേട്ടോ. ഇത് വികാരാബാദിൽ നിന്ന് ബേഗംപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുക. അവിടെ നിന്ന് 5 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. എങ്ങോട്ട്? നമ്മളുടെ ഇത് നമ്മൾ വന്ന വണ്ടി കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വികാരംപേട്ടിലേക്ക് വന്ന വണ്ടി. ഹൈദരാബാദ് ഡയറക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ നമ്മൾ പെട്ടെന്ന് വന്നതും കൊണ്ട് അങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരംപേട്ടിൽ നിന്ന് വികാരാബാദിൽ നിന്ന് മറ്റേ ബേഗംപേട്ടിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ പേരല്ലേ. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ.